അപ്പോൾ ഇന്ത്യക്കാരനായ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തികച്ചും അപമാനിതനായിട്ട് സങ്കടപ്പെട്ട് പൈസ നഷ്ടപ്പെട്ടിട്ട് മടങ്ങി വന്നൊരു കഥ. ഇത്രയും രാജ്യങ്ങൾ കറങ്ങിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും വിസകൾ, ഇത്രയും രാജ്യങ്ങൾ, അവർ ആവശ്യപ്പെട്ടതെല്ലാം കൊടുത്തിട്ട് ഇന്ത്യക്കാരൻ ഏതാണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം വന്നു. സത്യം പറഞ്ഞാൽ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരിസ് അമീർ അലി. വലിയൊരു വിഷമം പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വലിയൊരു വിഷമം എന്ന് പറഞ്ഞാൽ നമ്മളൊരു രാജ്യത്തേക്ക് യാത്ര ചെല്ലുന്നു, ആ രാജ്യത്ത് നിന്ന് അവർ നമ്മളെ മടക്കി അയക്കുന്നു. നമ്മുടെ പാസ്പോർട്ട് പോലും ഒന്ന് കൈകൊണ്ട് തൊട്ട് നോക്കാതെ ഇന്ത്യക്കാരന് ആണ് എന്നതിനാൽ മടക്കി അയക്കുക എന്ന് പറഞ്ഞാലുള്ള ഒരു വിഷമം, ഒരു അപമാനമൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഒരുപാട്, നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാണ്. ഒരുപാട് രാജ്യങ്ങൾ ഇതിനോടകം നമ്മൾ സന്ദർശിച്ച് കഴിഞ്ഞ് ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസ് തയ്യാറാക്കി എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ പല രീതിയിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ വിധേയമായിട്ടുണ്ട്. നമ്മൾ ഇതിന് മുമ്പ് ഉക്രൈൻ പോയ സമയത്ത്, അതുപോലെ തന്നെ ഹോങ്കോങ് പോയ സമയത്ത് ഒക്കെ വലിയ രീതിയിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പല സിറ്റുവേഷൻസ്, ചില എമിഗ്രേഷൻ ഓഫീസേഴ്സിൻ്റെ അന്നേരത്തുള്ള മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരുടെ ക്രൈറ്റീരിയ, അങ്ങനെ പല രീതിയിലും. പക്ഷേ അവിടെയൊക്കെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോഴും നമ്മുടെ കയ്യിലുള്ള റിട്ടേൺ ടിക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ്, ബാക്കി കാര്യങ്ങൾ, നമ്മുടെ ട്രാവൽ ഹിസ്റ്ററി, പാസ്പോർട്ടൊക്കെ മറിച്ച് പേജുകളൊക്കെ നോക്കി അതിനൊക്കെ ശേഷമാണ് ബാക്കി ഒരു ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പലപ്പോഴും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നത്. അധികവും നമ്മൾ തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് തന്നെയാണ് യാത്ര ചെയ്യുന്നത്, ഗ്രൂപ്പ് ടൂറുകളൊക്കെ വേറെ. ഇവിടെ ഈ സംഭവം നടക്കുന്നത് ജപ്പാനിൽ വെച്ചിട്ടാണത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണത്. പക്ഷേ ജപ്പാൻ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ റോയൽ കരീബിയൻ ഷിപ്പിനും 4-5 മെയിലുകളൊന്നും അയച്ചിട്ട് ഇതുവരെയും അവരൊരു മറുപടി പോലും തന്നില്ല. ആ മറുപടിക്ക് വേണ്ടി കാത്തു നിന്നതാണ്. അതിൻ്റെ പേരിലാണ് ഈ വീഡിയോ ഇത്രയും വൈകിയത്. ഇന്ത്യക്കാരനായതിൻ്റെ പേരിൽ തികച്ചും അപമാനിക്കപ്പെട്ടിട്ട് നമ്മൾ തിരിച്ചു വന്ന ഒരവസ്ഥ, അതാണ് എൻ്റെ പ്രേക്ഷകരായിട്ട് പങ്കുവെക്കുന്നത്. നമ്മുടെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോളിഡേയ്സ് ജപ്പാനിലേക്കൊക്കെ നമ്മൾ ആൾക്കാരെ വിടുന്നുണ്ട്. നമ്മൾ എത്രയോ ഗസ്റ്റുകൾ ജപ്പാൻ യാത്രയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയും. പക്ഷേ എനിക്ക് നേരിട്ട് ഈ ഒരു അനുഭവം എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഷോക്കായിപ്പോയി. 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയോളം എൻ്റെ ഒരു ഭയങ്കര കടുത്ത മാനസിക വിഷമത്തിലും ആയിപ്പോയി എന്നുള്ളതാണ്. ഇനി ഞാൻ ആ സംഭവം പറയാം. ഫെബ്രുവരി മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ ചൈനയിലെ ഷാങ്ഹായിൽ നിന്ന് ജപ്പാനിലെ ഫുക്കോക്ക ഐലൻഡിലേക്കും അതുപോലെ സൗത്ത് കൊറിയയിലെ ജിജു ഐലൻഡിലേക്കുള്ള യാത്ര, 5 രാത്രിയും 6 പകലും അടങ്ങുന്ന റോയൽ കരീബിയൻ്റെ അത്യാഡംബര കപ്പലിലെ യാത്ര, സ്പെക്ട്രം ഓഫ് ദി സീസ് എന്ന് പറഞ്ഞിട്ടുള്ള കപ്പലിലാണ് നമ്മുടെ യാത്ര. വലിയ പ്രതീക്ഷയോടുകൂടി പോകുന്നത്. കാരണം ഇത് ടൂർ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ജപ്പാനിലേക്കും കൊറിയയിലേക്കുള്ളൊരു യാത്ര, നമ്മളെ സംബന്ധിച്ചുള്ള ഒരുപാട് രാജ്യങ്ങളൊക്കെ കറങ്ങി ഈ സൈഡിലേക്ക് അങ്ങോട്ട് എത്തിയിട്ടില്ല. ജപ്പാനും കൊറിയയിലേക്ക് വന്നില്ല. അപ്പോൾ എന്നാൽ പിന്നെ ജപ്പാൻ കൊറിയ മാസങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്ത് ഏതാണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തി എമൗണ്ട് കൊടുത്തിട്ടാണ് ടൂർ ബുക്ക് ചെയ്തത്. 2 കപ്പൽ യാത്രകളാണ് ഞാൻ അടുപ്പിച്ച് ചെയ്തത്. ഒന്ന് സിംഗപ്പൂരിൽ നിന്ന് റോയൽ കരീബിയൻ്റെ ആൻഡം ഓഫ് ദി സീസ് എന്ന് പറഞ്ഞ ഷിപ്പിൽ കയറിയിട്ട് സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയിലെ പെനാങ്ങിലേക്കും പെനാങ്ങിൽ നിന്ന് തായ്ലൻഡിലെ ഫുക്കറ്റിലേക്കും പോയിട്ട് തിരികെ സിംഗപ്പൂരിലേക്ക് വന്ന യാത്ര. യാതൊരു തരത്തിലുള്ള നിയമ പ്രശ്നങ്ങളോ യാത്രയിൽ മറ്റ് ബുദ്ധിമുട്ടുകളോ അതിനാവശ്യ ചോദ്യങ്ങളോ ഒന്നുമില്ല. അത്യാഡംബര യാത്ര. അതുപോലെ തന്നെ പ്രതീക്ഷിച്ചിട്ടാണ്, ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ വീണ്ടും ബുക്ക് ചെയ്യുന്നത് ഇവിടേക്ക് ജപ്പാനും കൊറിയയും. ഒരു കപ്പൽ യാത്ര, ഒരു കപ്പലിൽ കയറിയിട്ട് നമുക്ക് ജപ്പാനും കൊറിയയിലേക്കും പോയി വരാമെന്ന് പറഞ്ഞാൽ ഏത് സഞ്ചാരിയാണ് ആ യാത്ര ഇഷ്ടപ്പെടാത്തത്? അപ്പോൾ ഞാൻ ചോദിച്ചു, വിസ കാര്യങ്ങൾ, വിസയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഷിപ്പിൽ പോകുമ്പോൾ സ്പെഷ്യൽ പാസ്സാണ്, കുഴപ്പമൊന്നുമില്ല, ബുദ്ധിമുട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഓൺ അറൈവലാണെന്നൊക്കെ പറഞ്ഞു. അത് പ്രകാരം യാത്ര പോകുന്നു. അപ്പോൾ ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഒരുക്കങ്ങളായിട്ടാണ് നമ്മൾ വരുന്നത്. കാരണം നമ്മളൊക്കെ ചെറുപ്പം മുതലേ എന്ത് സാധനത്തിലും മെയ്ഡ് ഇൻ ജപ്പാൻ ആ ഒരു ജപ്പാൻ, പിന്നെ നമ്മൾ എന്താ പറയുക, ഹിരോഷിമ, നാഗസാക്കിയൊക്കെ സ്കൂളിൽ തന്നെ നമ്മൾ പഠിക്കുന്നു. ലോകത്തിൻ്റെ മുമ്പിൽ മാതൃകയായിട്ട് നിൽക്കുന്ന രാജ്യം എന്നുള്ള വലിയ പ്രതീക്ഷ ജപ്പാൻ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനായിട്ട് ഞാൻ കണ്ടുവച്ചേക്കുന്നതാണ്. അപ്പം അങ്ങോട്ടേ യാത്ര. ഈ യാത്രയ്ക്ക് ഞാൻ വരുന്നത് ഇറ്റലിയിൽ നിന്നാണ്. അതിന് മുമ്പായിട്ട് ഒരു യൂറോപ്യൻ യാത്ര ഉണ്ടായിരുന്നു. ഫ്രാൻസും സ്വിറ്റ്സർലൻഡും ഇറ്റലിയൊക്കെ കറങ്ങിയിട്ടാണ് വരുന്നത്. അപ്പോൾ സ്വിറ്റ്സർലൻഡിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വരാനുണ്ട് കേട്ടോ, അധികം വൈകാണ്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇറ്റലിയിലെ മിലാനിൽ നിന്ന് ചൈനയിലെ ഷാങ്ഹായിലേക്കുള്ള യാത്ര. ഇത്രയും മണിക്കൂറുകൾ യാത്രയോടെ എത്തി ഷാങ്ഹായിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസം
രാവിലെ 12:30 മണിക്ക് ആണ് ഷിപ്പ് പുറപ്പെടുന്നത്. 12:30 1 മണിക്ക്. അപ്പോൾ നേരത്തെ തന്നെ 10 മണിയായപ്പോഴേക്കും ബോർഡ് ചെയ്ത് യാത്ര തുടങ്ങുന്നു. ഒന്നും പറയാനില്ല, അത്യാഡംബര ഷിപ്പ് യാത്ര പോകുന്നു. നമ്മൾക്കും അഭിമാനമാണ്. നമ്മുടെ പലപ്പോഴും നമ്മുടെ സന്തോഷ് ജോർജ് വളർന്ന സാറിൻ്റെ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടില്ല, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എനർജി ഉണ്ട്, അതൊരു വേറെ ലെവലാണ്. നമ്മൾ കൊച്ചി മറൈൻ ഡ്രൈവിലിരുന്ന് കാണുന്ന സ്വപ്നങ്ങളല്ല മലേഷ്യയിലെ പെട്രോണാസ് ടവറിൻ്റെ താഴെ നിന്ന് കാണുമ്പോഴുണ്ടാവുക എന്നുള്ളൊരു വാക്ക് ആൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് നമ്മൾ ഈ ഇത്രയും വലിയ ലോകത്തിലെ അത്യാഡംബര ഷിപ്പിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു കോൺഫിഡൻസ്, പുതിയൊരു രാജ്യത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു ഒരു ക്യൂരിയോസിറ്റി, ഇതൊക്കെ ഫുൾ ത്രില്ലിലാണ്. ഒരാൾ യാത്ര ചെയ്യുന്നത് 2 ആൾ യാത്ര ചെയ്യുമ്പോൾ തുക ഏതാണ്ടൊക്കെ സെയിമാണ്. അത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ 2 ആൾക്ക്, അത് ബാൽക്കണി റൂമാണ്. അങ്ങനെ നമ്മൾ ജപ്പാൻ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ഷാങ്ഹായിൽ നിന്ന് യാത്ര പുറപ്പെടുന്നു. ഷാങ്ഹായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഷാങ്ഹായ് യാത്രയൊക്കെ പറയേണ്ടതാണ്. ഷാങ്ഹായ് പോർട്ടും മറ്റുമൊക്കെ നമ്മൾ പറയാം, അതിനെക്കുറിച്ച് വിശദമായിട്ട് വേറെ വീഡിയോ ചെയ്യാം. അങ്ങനെ അന്നത്തെ ആ പകൽ മൊത്തം നമ്മൾ കപ്പലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അന്നത്തെ രാത്രി കപ്പൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അടുത്തൊരു പകലും രാത്രിയും കപ്പലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ നമ്മൾ 9-ാം തീയതി കയറി 10 കഴിഞ്ഞ് 11-ാം തീയതി രാവിലെ ജപ്പാനിലെ ഫുക്കോക്ക ഐലൻഡിലെത്തുന്നു. അപ്പോൾ രാത്രി തന്നെ ജപ്പാനിലല്ലേ രാത്രി സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം പോലും വന്നില്ല. എനിക്ക് ജപ്പാൻ കാണാനുള്ളൊരു തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ജപ്പാനിലിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ കപ്പലിലെ മാപ്പിലൊക്കെ ഇങ്ങനെ കാണാം, കപ്പൽ പോണ സഞ്ചാരപഥം, കപ്പലിൻ്റെ സ്പീഡ്, ആ സമയത്ത് കടലിൻ്റെ ആഴം, ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഭയങ്കര ത്രില്ലിലാണ്. പിന്നെ എന്ന് വെച്ചാൽ ഒരു രാത്രി പിന്നെ നല്ല ഒരുപാട് മത്സ്യബന്ധന ബോട്ടുകളൊക്കെ. അപ്പോൾ നമുക്ക് ജപ്പാനിലെ മത്സ്യത്തൊഴിലാളികൾ, ജപ്പാനിലിത് ഈവൻ രാത്രിയിലൊക്കെ ചില ഈ കടലിലാണെങ്കിലും ഉൾക്കടലിലൊക്കെ ചില പക്ഷികളൊക്കെ പറക്കണ കാണാണ്. ഇത് എങ്ങനെ നമുക്ക് പിടുത്തങ്ങളില്ല, ഇവരൊക്കെ എവിടെ പോയി റെസ്റ്റ് എടുക്കുക, ഇത്ര ദൂരം പറക്കുന്നൊക്കെ ഉള്ളത്. അത് കാണുമ്പോൾ ജപ്പാനിലെ പക്ഷികൾ ഇങ്ങനെ പോകുമ്പോൾ ചിലയിടത്തൊക്കെ മീനുകളൊക്കെ ഇത് കാണുമ്പോൾ ജപ്പാനിലെ മീൻ, ഈ ഫുൾ ജപ്പാൻ ജപ്പാൻ്റെ ത്രില്ലിലിരിക്കണതിൻ്റെ പേരിൽ. അങ്ങനെ രാവിലെ അവിടെ എത്തി കഴിഞ്ഞിട്ട് ഇതുപോലെ ഷിപ്പിൽ നിന്ന് കുറേ പ്രൊസീജിയറുകൾ ഇങ്ങനെ അവർ അനൗൺസ് ആക്കി ഷിപ്പിൽ നമ്മൾ ഇറങ്ങുന്നു. അപ്പോൾ ചൈനീസ് ന്യൂ ഇയർ ടൈം അതിൻ്റെ പേരിൽ ഏതാണ്ട് 3800ഓളം യാത്രക്കാരും 1200ഓളം ക്രൂസും ഉണ്ടെന്നുള്ള നമ്മൾ അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് പ്രകാരം നമ്മൾ രാവിലെ 7:30 മണിക്ക് ആണ് എന്ന് പറഞ്ഞ് അതിപ്പോൾ 7:30 മണിക്ക് നമ്മൾ എത്തുന്നു. ജനങ്ങൾ 3800ഓളം ആൾക്കാരെന്ന് പറഞ്ഞാൽ ജനങ്ങളിങ്ങനെ ഒഴുകുകയാണ്. ഇങ്ങനെ ക്യൂല എമിഗ്രേഷനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കൂടെ കപ്പലിൻ്റെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ജപ്പാൻ എമിഗ്രേഷൻ്റെ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഇന്ത്യക്കാരൻ മാറി നിൽക്കുക. അപ്പോൾ നമ്മൾ പാസ്പോർട്ട് കയ്യിലുണ്ട്, തോളത്തൊരു ബാഗ് കാര്യമുണ്ട്. അവഗണനയുടെ അപമാനത്തിൻ്റെ മൊമെൻ്റ് ഇവിടെ നിന്ന് തുടങ്ങണത്. അപ്പോൾ ഇത്രയും ആൾക്കാരെ കൂടെ ചൈന യാത്രക്കാർ നമ്മളുടെ കൂടെ തന്നെ ഇങ്ങനെ ഒഴുകണം. ഒരുപാട് ഇന്ത്യൻസിനൊന്നും കാണാൻ പറ്റില്ല, ഒരുപാട് ഇന്ത്യനല്ല, ഞാൻ വേറൊരു ഇന്ത്യക്കാരനെ കണ്ടില്ല. കപ്പലിലെ പല ജോലിക്കാരുണ്ടായിരുന്നു എന്നല്ലാതെ യാത്രക്കാരൻ ഇന്ത്യക്കാരനെ ഷാങ്ഹായി എന്നുള്ള യാത്രയിൽ കണ്ടില്ല, ഷാങ്ഹായി ജപ്പാൻ കൊറിയ യാത്രയിൽ കണ്ടില്ല. നേരെ മറിച്ച് നമ്മുടെ സിംഗപ്പൂരിൽ നിന്നുള്ള യാത്രയിലൊക്കെ ഒരുപാട് മലയാളീസിനെ നമുക്ക് കാണാൻ പറ്റി. നമ്മുടെ ആർജെ മിഥുൻ തുടങ്ങിയിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഭയങ്കര കമ്പനിയാണ്, ഭയങ്കര രസകരമായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ ചെല്ലുമ്പോൾ ഇന്ത്യക്കാരൻ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ആ ലൈനിൽ മെയിൻ കൗണ്ടറിലേക്ക് പാസ്പോർട്ട് കൊടുക്കില്ല, അവിടെ നിന്ന് നമ്മളെ മാറ്റിയിട്ട് അടുത്ത ഇതിലേക്ക് മാറ്റുന്നത്. ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് വെച്ചപ്പോൾ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഒരു 8-10 മിനിറ്റ് നിന്നപ്പോഴേക്കും ഭയങ്കര ഏജ്ഡായിട്ടുള്ള ഒരു ഓഫീസർ വരുന്നു ജപ്പാൻ്റെ. വന്നിട്ട് വേറെ ചോദിച്ചിരുന്നത് എന്തിനാ വന്നത്? ഞാൻ പറഞ്ഞു ഷിപ്പ് യാത്രയുടെ ഭാഗമായിട്ട് വന്നേക്കണതാണ്. ജപ്പാനിൽ എന്താ പരിപാടി? അപ്പോൾ എല്ലാം ട്രാൻസ്ലേറ്റർ വെച്ചിട്ടുണ്ട്. ആൾ പറയും ഇങ്ങനെ, നമുക്കത് ഇങ്ങനെ വെച്ച് തരും. അപ്പോൾ നമ്മൾ പറയും, ആൾ കേൾക്കും. അങ്ങനെയാണ് വേണ്ടത്. ജപ്പാനിൽ എന്താ പരിപാടി? അപ്പോൾ ഞാൻ പറയും ജപ്പാൻ ഒരു 6 മണിക്കൂർ 7 മണിക്കൂറാണ് ഇവിടെ കാഴ്ച ഫുക്കോക്ക കാണാനുള്ളത്. അപ്പോൾ അത് പ്രകാരം വന്നേക്കണതാണ്. അപ്പോൾ ഇവിടുന്ന് ഇനി കൊറിയയും, അപ്പോൾ ഇവിടുത്തെ മാർക്കറ്റൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം. ഈ ടൂറിസ്റ്റുകൾ പോകുന്ന കൂട്ടത്തിൽ ഞാനും പോയി കാഴ്ചകളൊക്കെ കണ്ട് വരണം, ഇതാണ് പ്ലാൻ. അപ്പോൾ ഞാൻ പാസ്പോർട്ട് നീട്ടുന്നുണ്ട്. അടുത്ത ചോദ്യം, കയ്യിൽ എത്ര പൈസ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. എത്ര രൂപയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ടാണ് ഇതുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇനഫ് ഇതുണ്ടെന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പേഴ്സ് എടുത്തിട്ട് കാണിച്ചു. അപ്പോൾ പേഴ്സിൽ ഏതാണ്ട് 1200-1300ഓളം ഡോളറുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞ് ഇത് ഇനഫല്ല. ഞാൻ പറഞ്ഞു സാർ എൻ്റെ കയ്യിൽ വേറെയും പൈസയുണ്ട്. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പല രാജ്യത്ത് പോകുമ്പോൾ ബാക്കി വരുന്ന പൈസകളൊക്കെ നമ്മൾ കുറേ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മളല്ലാണ്ടും ബാക്കപ്പ്, ഒരു യാത്രയാകുമ്പോൾ നമ്മൾ പലതും കരുതണം. ഒരു മനുഷ്യാവസ്ഥയിൽ എന്ത് സംഭവിക്കാം, അപ്പോൾ കയ്യിൽ കുറച്ച് പൈസ വേണം. പെട്ടെന്ന് സഹായത്തിനൊന്നും ആരും ഉണ്ടായിന്ന് വരില്ലല്ലോ.
സാർ എൻ്റെ കയ്യിൽ ഡോളറുണ്ട്, നിയർ അബൌട്ട് ഒരു $5000 ഡോളർ എൻ്റെ കയ്യിലുണ്ട്. അതർ കൺട്രി കറൻസീസും എൻ്റെ കയ്യിൽ കുറച്ചൊക്കെ ഇരിക്കുന്നുണ്ട്, ചില്ലറകളൊക്കെ ഓരോ രാജ്യത്ത് പോയിട്ടുള്ളതൊക്കെ. അപ്പോൾ ഞാൻ ഇതെടുത്ത് കാണിച്ചു കൊടുത്ത്. ഓക്കെ, അപ്പോൾ പൈസ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾ അത് മെനു വിട്ടിട്ട് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് ഇതുപോലെ തന്നെ ട്രാൻസ്ലേറ്ററിൽ പറയുന്നു, കേൾപ്പിച്ച് തരുന്നു. അങ്ങനെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ട് എൻ്റെ കയ്യിൽ, 3 ബാങ്കിൻ്റെ കാർഡ് ഉണ്ട്, ഇന്ത്യൻ റുപ്പീസ് അറൗണ്ട് ഒരു 5 lakh ലിമിറ്റുള്ള കാർഡ്സ് ഉണ്ടെന്ന് പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് ആളുടെ മുഖത്തൊരു സന്തോഷം, ഇവർക്ക് ഒരു താല്പര്യമില്ല നമ്മളെ ഇതിനിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, സാർ എൻ്റെ കയ്യിൽ, സാർ ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ കയ്യിൽ US വിസയുണ്ട് 10 വർഷത്തിൻ്റെ, ബഹ്റൈൻ ഇൻവെസ്റ്റർ വിസയുണ്ട് എൻ്റെ കയ്യിൽ, ചൈനീസ് ബിസിനസ് വിസ 1 year വിസ കിടക്കുന്നുണ്ട്, തായ്ലൻഡ് ബിസിനസ് വിസ 1 year, ഷെങ്കൻ വിസയുണ്ട്. എനിക്ക് ഇത്രയും അധികം ട്രാവൽ ഹിസ്റ്ററി ഉണ്ട് സാർ. ഞാൻ ഇത് ഷിപ്പിൽ ഇത്രയും സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ഉടക്കലാണ്. അപ്പോൾ എന്നെ ഇവരുടെ കൂടെ പോകാനായിട്ട് അനുവദിക്കുന്നത്, പാസ്പോർട്ട് തുറന്ന് പോലും അയാൾ നോക്കി ടച്ച് പോലും ചെയ്യുന്നില്ല അതിനകത്ത്. വീണ്ടും അയാൾ അവിടെ ഇവിടെയൊക്കെ സംസാരിച്ചുകൊണ്ട് നിന്നിട്ട് ഈ ഷിപ്പിലെ ജോലിക്കാരൻ അവിടെ ഉണ്ട്, അയാളോട് പറയുകയാണ്. അപ്പോൾ ഇവർ കൂടെ ഉണ്ട് നമ്മുടെ കൂടെ, ഇയാൾ തിരിച്ച് കൊണ്ടുപോകാനായിട്ടത്. ഞാൻ പറഞ്ഞു, സാറ് ഞാൻ ഇത്രയും സ്പെൻഡ് ചെയ്ത് വന്നത് ജപ്പാൻ കാണാൻ വേണ്ടി. ഞാനിവിടെ നിൽക്കുമ്പോൾ പോലും എനിക്ക് വല്ലാത്തൊരു ഹാരമാണ്. കാരണം ജപ്പാൻ്റെ മണ്ണിലല്ല ഞാനപ്പോൾ സത്യം പറഞ്ഞാൽ ഷിപ്പിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഇറങ്ങി ജപ്പാൻ്റെ ഷിപ്പിൽ നിന്ന് കാല് നമ്മൾ അതിൻ്റെ ലാഡറിൽ കൂടി വന്നിട്ട് ഇങ്ങനെ പുറത്തേക്ക് വെക്കണ സമയത്ത് പോലും നമുക്ക് ഭയങ്കര ഒരു ഉൾക്കുള്ളിലൊക്കെയാണ്. കാരണം നമ്മൾ അത്ര ആശിച്ചല്ലേ വരണത്. നമ്മൾ സാർ ഞാൻ വളരെ പ്രതീക്ഷിച്ചിട്ട് വന്നതാണ്, പ്ലീസ് എനിക്ക് ഇത്രയും വിസകളുണ്ട്, പിന്നെ ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള എല്ലാ പൈസ ആവശ്യത്തിലധികം ഉണ്ട്. ഞാൻ വീണ്ടും ബെഗ് ചെയ്യാണ്, സാർ പ്ലീസ് പറഞ്ഞ് ഒരു 100 കണക്കിന് പ്ലീസ് സാർ പ്ലീസ്, എനിക്ക് ഇത്രയും ട്രാവൽ ഹിസ്റ്ററി ഉണ്ട്. ഞാൻ ഇന്ത്യയിലൊരു ട്രാവൽ ബ്ലോഗറാണ്, ഒരുപാട് കൺട്രീസ് ഇത് ചെയ്തിട്ടുണ്ട്, എനിക്ക് സ്വന്തമായിട്ട് കമ്പനിയുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് അപ്പോൾ ഞാനെന്താ വെച്ചാൽ എൻ്റെ ഫോണിൽ ഇതെടുത്തിട്ട് ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് ഞാനത് ഇതിലാണ് നമ്മൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് നമ്മൾ സ്പീക്കറിൽ എടുക്കണം. ആൾക്കത് കേൾക്കണം, ആൾ മേടിച്ച് നോക്കണമെന്നില്ല, കേൾക്കേണ്ടത് അത്രയും നേരം ആളുടെയിലുള്ള ട്രാൻസ്ലേറ്ററിലാണ് ആൾ ഇത് ചെയ്യണത്, ഞാനിത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഞാൻ ബെഗ് ചെയ്യുന്നു. ഞാൻ ഷിപ്പിൻ്റെ റോയൽ കരീബിയൻ സ്റ്റാഫിനോട് പറഞ്ഞത്, സാർ ഒന്ന് പ്ലീസ് എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ, തിരിച്ചു വിടല്ലേ, ഞാൻ ഇവരുടെ കൂടെ ഇത് വന്നോളാം, എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഈ പൈസ വേണമെങ്കിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചേക്കാം, ഞാൻ ഇവിടെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. എത്ര നമ്മൾക്ക് ബെഗ് ചെയ്യാൻ പറ്റും അത്രയും ബെഗ് ചെയ്ത്. കാരണം രാവിലെ മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള ടൈമാണ് അവർ തന്നേക്കണം, 3 മണി വരെയുള്ള 3-4 മണി വരെയുള്ള ടൈമാണ് തന്നേക്കണത്. അതിനുള്ളിൽ തിരിച്ച് ഷിപ്പിലേക്ക് കയറണം. അപ്പം നമ്മൾ കയ്യും കാലും പഠിക്കണം, ഒരു മനസ്സലിവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനിങ്ങനെ ബെഗ് ചെയ്യാനിട്ട് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സ്ത്രീ, ജപ്പാനിലെ മറ്റൊരു സ്ത്രീ, അവരെന്താ പദവി എന്നുള്ള, അവരെൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്താണ് മിസ്റ്റർ പ്രോബ്ലം, എന്താണ് എന്തിനാണ് നിങ്ങളിങ്ങനെ പ്ലീസ് എന്നൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താണ്? ഞാൻ പറഞ്ഞു, ഞാൻ ഷിപ്പിൽ വന്നതാണ്, എനിക്കൊന്ന് ഫുക്കോക്ക കാണാൻ വേണ്ടിയിട്ടാണ്, ജപ്പാൻ കാണാമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ പാസ്പോർട്ട് പോലും അവർ മേടിച്ച് നോക്കണില്ല, എനിക്ക് ഇത്രയും വിസകളുണ്ട്, കാര്യങ്ങളുണ്ട്, എൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ട്, എല്ലാ സങ്കടങ്ങളും ഞാൻ ഇവരോട് പറയണത്. ഇവർക്കത് മനസ്സിലായി. ഇവർ പോയിട്ട് അയാളുടെ അടുത്ത് അവരുടെ ലോക്കൽ മീൻസ് ജപ്പാനീസ് ലാംഗ്വേജിൽ സംസാരിക്കുന്നുണ്ട്. ഇയാളത് എന്തോ ഒരു മുൻവൈരാഗ്യം പോലെ, എനിക്ക് ഒട്ടും മനസ്സിലാവണില്ല. ഇത് എൻ്റെ ജീവിതത്തിൽ ഇത്രയും യാത്രകൾ, ഇത്രയും രാജ്യങ്ങൾ കറങ്ങിയിട്ടുള്ളതിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഇത്ര മോശമായിട്ടുള്ളൊരു പെരുമാറ്റം. എന്ന് വെച്ചിട്ട് അടിയോ ബഹളോ ഷൗട്ടിങ്ങൊന്നുമില്ല, പുച്ഛം എന്ന് പറഞ്ഞാൽ തികഞ്ഞ പുച്ഛം. ആ സമയത്ത് എനിക്ക് അമേരിക്കക്കാരോട് ദേഷ്യം തോന്നി. അതെന്താണെന്ന് നിങ്ങൾ ഊഹിച്ചാൽ മനസ്സിലാവും, പറയാൻ പാടില്ലാത്തതാണത്. പക്ഷേ അത്രയും നമ്മൾ ചെയ്തിട്ട് നമ്മൾ അവസാനം ലേഡി പറഞ്ഞു, സോറി, അയാളാണ് ഡിസിഷൻ മേക്കർ, ആ ഓഫീസറാണ് ഇമിഗ്രേഷൻ്റെ, ഇദ്ദേഹം അലൗ ചെയ്യുന്നില്ല നിങ്ങളോട് തിരികെ പോകാൻ. ഞാൻ പറഞ്ഞു, ഇത്രയും ആൾക്കാർ അപ്പോഴും എൻ്റെ പുറകിലൂടെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുക, ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ, അവരുടെ ഉള്ളതിലും കൂടുതലും പൈസ എൻ്റെ കയ്യിലില്ലേ, ഞാൻ ഇതിനു വേണ്ടി വന്നതല്ലേ, ഒരു പരിഗണനയില്ല. ഷിപ്പിൻ്റെ സ്റ്റാഫിനോട് ഞാൻ കയ്യും കാലും ഞാൻ പിടിച്ച് പറഞ്ഞു, ഇത് തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറയണമായിരുന്നു നിങ്ങൾക്ക് ജപ്പാൻ എൻട്രി ഉണ്ടാവില്ല എന്ന്. ഞാൻ വന്നിട്ട് ഒരു രാജ്യത്തു നിന്ന് ആദ്യമായിട്ടാണ് എന്നെ മടക്കി വിടുന്നത്, എൻ്റെ കയ്യിൽ ഇത്രയും വിസയുണ്ട്, ഞാൻ ഇത്രയും ട്രാവൽ ചെയ്യുന്ന ആളാണ്, ഇതെല്ലാം ഞാൻ പറഞ്ഞ് എന്നിട്ട് പിന്നെ എന്തിനാണ് എന്നെ മടക്കി വയ്ക്കണമെന്ന് വെച്ചിട്ട് ഇവരാരും കേട്ടില്ല. അവസാനം ഷിപ്പിൻ്റെ ആളുകൾ നമുക്ക് തിരികെ പോകാൻ നിങ്ങളെ വിടില്ല, നിങ്ങൾ ഷിപ്പിൻ്റെ അകത്ത് വന്നിട്ട് നിങ്ങളവിടെ ഡെസ്കിൽ സംസാരിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഷിപ്പിൻ്റെ അകത്തും ഇതുപോലെ നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോഴുള്ള റിസപ്ഷനൊക്കെ പോലെ ഇൻഫർമേഷൻ ഡെസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് അവരെ കയ്യും കാലും പിടിച്ച് പറഞ്ഞു,
ഒരു പരിഗണനയില്ല. ആദ്യം ഞാൻ ബെഗ് ചെയ്ത് പറഞ്ഞു എല്ലാവരും വേണം നിങ്ങൾ വന്ന് സംസാരിക്കുമെന്നാണ്. അല്ല, അത് അവരുടെ തീരുമാനം. പിന്നെ ഇവരുടെ ഭാഷയും റോയൽ കരീബിയൻ്റെ ആൾക്കാരുടെ ഭാഷ മാറി തുടങ്ങി. അവർ നമ്മൾ ഇമോഷണൽ അത്രയും നമുക്ക് വിഷമമായപ്പോൾ നമ്മൾ വീണ്ടും ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത്. അപ്പോൾ അവരുടെ ആൾക്കാർ വന്നിട്ട് വലിയ രീതിയിൽ ദാദാഗിരി പോലത്തെ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. റോയൽ കരീബിയൻ്റെ ആൾക്കാരും ഇങ്ങനെ ഇതിന് കൂട്ട് നിൽക്കണം അല്ലെങ്കിൽ ഇതുപോലെ നിൽക്കണം എന്നുള്ളത്. ഇതൊക്കെ പറയുമ്പോൾ റോയൽ കരീബിയനെ മോശമായിട്ടല്ല, നമ്മൾ റോയൽ കരീബിയൻ്റെ പാക്കേജ് സെല്ല് ചെയ്യുന്നതാണ്. ഞാൻ റോയൽ കരീബിയനിൽ ഇനി യാത്ര ചെയ്യും, എനിക്കിഷ്ടമാണ്. പക്ഷേ എൻ്റെ അനുഭവമാണ് പറയണത്. അപ്പോൾ ഒരു സപ്പോർട്ടും റോയൽ കരീബിയൻ സൈഡിൽ നിന്ന് ഇതില്ല. ഞാൻ ആകെ വിഷമിച്ച് നാശമായിട്ട് അപമാനിതനാവുക, സങ്കടം. തലേന്ന് രാത്രി പോലും ഉറങ്ങാണ്ട് ജപ്പാനിലെ വെള്ളം, ജപ്പാനിലെ ബോട്ട്, ജപ്പാനിലെ മീൻ, ജപ്പാനിൽ ഇത് ഇങ്ങനെ ജപ്പാൻ പ്രാന്ത് കയറിയിട്ടിരുന്നിട്ട് സത്യമാണ്. തിരിച്ച് ഞാൻ എൻ്റെ റൂമിലേക്ക് നടക്കുമ്പോൾ സങ്കടപ്പെട്ട് കണ്ണിൽ നിന്ന് കുടുകുട വെള്ളം ഒഴുകണം. ആകെപ്പാടെ വിഷമം. പിന്നെ തിരിച്ച് കയറി വന്ന് പിന്നെ ഞാൻ ആകെപ്പാടെ എന്ത് ചെയ്യണം എന്നുള്ള ആകെ ഡെസ്പ്. ഞാൻ ആകെപ്പാടെ ഭയങ്കര വിഷമത്തിൽ കുറച്ച് സമയം റൂമിലിരുന്നതിന് ശേഷം ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും റിസപ്ഷൻ സൈഡിൽ പോയി വീണ്ടും റിക്വസ്റ്റ് ചെയ്യാൻ പോയി. ഒന്ന് പറയോ. ഞാൻ പൈസ നിങ്ങൾ ചാർജ് ചെയ്തു, നിങ്ങൾ $500,000 അതിന് വേണ്ടി ചാർജ് ചെയ്തോ, ഒന്ന് വിടും. അവരുടെ തന്നെ എക്സ്കർഷൻ ഇതുകളുണ്ട്, വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിനകത്തൊന്നും വിടുമോ, ഞാൻ നിങ്ങളുടെ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഞാൻ പറഞ്ഞു ജപ്പാനിലേക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ വേണ്ട, ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇഷ്ടംപോലെ ഷിപ്പറിനടുത്ത് ഇഷ്ടംപോലെ ടാക്സി ഉണ്ട്, അതിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് വരാവുന്നതേ ഉള്ളൂ. കൊറിയയിൽ ജിജു ഐലൻഡിൽ ബുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവിടുന്ന് ബസ്സിലാണ് കൊണ്ടുപോകണത്, ബസ്സിലാണ് കൊണ്ടുവരിക. അങ്ങനെ ജിജു ഐലൻഡിലേക്കുള്ള പൈസ കൊടുത്തിരുന്നു. അതൊക്കെ മുമ്പ് തന്നെ തലേന്ന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജപ്പാനിൽ ടാക്സിയാണെന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അവസാനം വിഷമിച്ച് വരുന്ന സമയത്ത് നോക്കുമ്പോൾ ഷിപ്പിൻ്റെ ഉള്ളിൽ തന്നെ കുറേ കടകളുണ്ട്, കുറേ സാധനങ്ങൾ ഇട്ട്, പിന്നെ വാച്ചും സംഭവങ്ങളും നമ്മുടെ എന്തായാലും ലുലുമാളിൻ്റെ അകത്ത് കയറിയിരിക്കണ സെറ്റപ്പൊക്കെ തന്നെ, എല്ലാ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ. അവിടെ നോക്കിയപ്പോൾ ബൈനാക്കുലർ വെക്കണം. അങ്ങനെ ഞാനൊരു ബൈനാക്കുലർ മേടിച്ചിട്ട് ഷിപ്പിൻ്റെ ഏറ്റവും മുകളിൽ പോയി. ജപ്പാൻ എന്ന് പറയുമ്പോൾ ഫുള്ള് മലനിരകളാണ് കേട്ടോ, മലനിരകൾ. ഫുക്കോക്ക പറയുന്നത് മലനിര. അടുത്ത് ഫുക്കോക്ക എയർപോർട്ട് ഉള്ളതിനാലായിരിക്കണം ഓരോ ഫ്ലൈറ്റുകൾ. അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന എയർ ഇന്ത്യയും മറ്റേ ഇൻഡിഗോയും പോലുള്ള, അല്ലെങ്കിൽ ഇത്തിഹാദ്, എമിറേറ്റ്സ്, ഖത്തർ എയർവേസ്, ഒമാൻ എയറൊക്കെ അല്ലേ നമ്മൾ കാണുന്നുള്ളൂ. ഇതുവരെയും കാണാത്ത ഫ്ലൈറ്റുകളൊക്കെ ആ ജപ്പാൻ്റെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഫ്ലൈറ്റുകളൊക്കെ വന്ന് ഇറങ്ങണം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കണ്ടു നിന്ന് പിന്നെ ഒരു ബൈനാക്കുലർ കൊണ്ട് അവിടെ നിന്നിട്ട് ആ വെയിലും കൊണ്ട് അവിടെ നിന്നും മോളിൽ നിന്ന് മൊത്തം ജപ്പാൻ കാണാൻ എനിക്ക് റൂമിലേക്ക് പോകാൻ തോന്നണില്ല. അവിടെ മുകളിൽ ഏതാണ്ട് $300 കൊടുത്തിട്ടാണ് ആ ബൈനാക്കുലർ തന്നെ മേടിച്ചത്. അതും മേടിച്ചിട്ട് അവിടെ നിന്ന് കപ്പൽ തന്നെ വലിപ്പമുണ്ടല്ലോ, അവിടെ നിന്നിട്ട് ഓരോ സ്ഥലങ്ങളും കാണാൻ. താഴെക്കൂടി ബോട്ടുകളിലൊക്കെ സഞ്ചാരികൾ കറങ്ങുന്നുണ്ട്. നമ്മുടെ കപ്പലിൽ നിന്നുള്ളവരല്ല, ജപ്പാനിലെ ടൂറിസ്റ്റുകളൊക്കെ കറങ്ങണതൊക്കെ നമ്മളിങ്ങനെ അവരെ നമ്മൾ കാണാൻ കുറേ വീഡിയോസും ഫോട്ടോസും എടുത്ത് കുറേ നേരം ബൈനാക്കുലർ ഇപ്പോൾ കണ്ണിൻ്റെയൊക്കെ ബാലൻസ് പോകണം, അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ മനോലൊക്കെ ആയപ്പോൾ. എന്നിട്ടും ജപ്പാൻ്റെ എയർ, ജപ്പാൻ്റെ ഇതൊക്കെ ശ്വസിച്ച് നിൽക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ കപ്പലിൻ്റെ മുകളിൽ നിന്ന് തിരികെ വന്നു. നാട്ടിലെ റോയൽ കരീബിയൻ ടീമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ കമ്പനിക്ക് മെയിൽ അയക്കാം, നമ്മൾ അതിൻ്റെ ഒരു തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞ് മാസം ഇത്ര കഴിഞ്ഞിട്ട് ഫെബ്രുവരി 9 നടക്കുന്ന യാത്രയാണ് കേട്ടോ. 11 ഈ സംഭവം നടക്കുന്നത്. ഇതുവരെയും ഒരു റിപ്ലൈ പോലും റോയൽ കരീബിയൻ്റെ സൈഡിൽ നിന്നും തന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം വളരെ മോശം ആറ്റിറ്റ്യൂഡ്, പറയാതെ വയ്യ. റോയൽ കരീബിയൻ നല്ലതാണ്, സർവീസ് നല്ലതാണ്, എല്ലാം നല്ലതാണ്. ഈ ഇൻസിഡൻസിൽ വളരെ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം. ഒപ്പം ജപ്പാൻ ഗവൺമെൻറ്റിൻ്റെയും ടൂറിസത്തിൻ്റെ ഒക്കെ ഇത്. അപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ജപ്പാനിലെ ടൂറിസ്റ്റുകളെ ക്ഷണിക്കുന്നു, ഫ്രീ ടിക്കറ്റ്, തേങ്ങ മാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊക്കെ മെയിൽ അയച്ചു നോക്കി, ഒരാൾ പോലും മറുപടി തന്നിട്ടില്ല. അപ്പോൾ ഇന്ത്യക്കാരനായ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തികച്ചും അപമാനിതനായിട്ട് സങ്കടപ്പെട്ട് പൈസ നഷ്ടപ്പെട്ടിട്ട് മടങ്ങി വന്നൊരു കഥ. ഇത്രയും രാജ്യങ്ങൾ കറങ്ങിയിട്ടുണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും വിസകൾ, ഇത്രയും രാജ്യങ്ങൾ, അവർ ആവശ്യപ്പെട്ടതെല്ലാം കൊടുത്തിട്ട് ഇന്ത്യക്കാരൻ ഏതാണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം വന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ ഇപ്പം ചിരിച്ചുകൊണ്ട് പറയണമെങ്കിലും ഈ വീഡിയോ ഞാൻ അന്നാണ് ഷൂട്ട് ചെയ്തെങ്കിൽ ഞാൻ സങ്കടപ്പെട്ട് കരഞ്ഞ് ഞാൻ അന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച്. പക്ഷേ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ജപ്പാൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഈ അഴുക്ക് പിടിച്ച ഗ്ലാസ്സിലൂടെ, അതായത് വലിയ അഴുക്കുമില്ല, കുറച്ച് അഴുക്ക് പിടിച്ച ഗ്ലാസ്സിലൂടെ നമ്മൾ കാണുന്ന ജപ്പാൻ കാഴ്ചകൾ കാണാനായിട്ട് എന്നെ അനുവദിച്ചില്ല. അവിടെ ചെന്നപ്പോൾ അവർ നമ്മളെ വിടാൻ തന്നെയുള്ള ഭാവമില്ല അവർക്ക്.
വെറുതെ അവർ ചോദിക്കുന്ന ക്യാൻസർ കൊടുത്ത് പാസ്പോർട്ടിൽ US വിസ, യൂറോപ്പ് വിസ എല്ലാവരും ഇത്രയും ട്രാവൽ ഹിസ്റ്ററി എല്ലാം വെച്ചിട്ട് ഒന്നും അവർക്ക് വിഷയമൊന്നുമില്ല. അവരത് പറ്റില്ല, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇത്തിരി പ്രായമുള്ള ഒരു വൃത്തിയട്ട ഒരു ഓഫീസർ അങ്ങനെ മടക്കി നമുക്കറിയാം. നമുക്കൊരു റിജക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷമമാണത് അല്ലേ. റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഓക്കെ, പൈസ ഉണ്ടോ പൈസ കാണിച്ചു കൊടുത്ത്, ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ ക്രെഡിറ്റ് കാർഡ് കാണിച്ചു കൊടുത്ത്, ട്രാവൽ പ്ലാൻ എന്താണ് ട്രാവൽ പ്ലാൻ പറഞ്ഞു കൊടുത്ത്, റൂം ഞാൻ പറയുന്നത് ഷിപ്പിൽ തന്നെയാണ്, വൈകിട്ട് തിരിച്ചു പോകുന്ന ഷിപ്പല്ലേ ഡേറ്റുള്ളൂ. അവർക്ക് എന്തായാലും വലിയ ഇതില്ല. ഏതാണ്ട് ഷിപ്പിൽ വന്നിറങ്ങിയേക്കണവരോട് ഭയങ്കര അനാവശ്യ ദേഷ്യം, പ്രത്യേകിച്ച് മറ്റു രാജ്യക്കാരോട്. ചൈനക്കാരോടില്ല കേട്ടോ, ബാക്കിയുള്ളവരോട്. പക്ഷേ എനിക്ക് ആ മൂഡിലേക്ക് പറഞ്ഞിരുമ്പോൾ ഭയങ്കര ഇതായിപ്പോണ്. ഓക്കെ, എനിവേ ഇതാണ് അനുഭവം. ഒരു യാത്രക്കാരന് എല്ലാ സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെടണം. അങ്ങനെ ഞാൻ ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട് എന്നാലൊരു യാത്രക്കാരനാവുള്ളൂ. പല രാജ്യത്ത് പല ഇമിഗ്രേഷനിലും പല ചോദ്യം ചെയ്യപ്പെടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഇത്തരത്തിൽ എവിടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇത്തരത്തിൽ വിഷമിപ്പിക്കുന്ന ഇതിനുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക.